പീഡാനുഭവ ധ്യാനത്തിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ ധ്യാനിച്ചതുപോലെ തന്നെ ഈ ആണ്ടിലെ പീഡാനുഭവ ധ്യാനത്തിൽ പങ്കുവെക്കുന്നത് ഈശോയുടെ കുരിശിലെ അന്ത്യപ്രഭാഷണമാണ്. കുരിശിൽ അവൻ കിടന്ന് പറഞ്ഞ 7 വചനങ്ങളെ നമ്മൾ സ്നേഹത്തോടുകൂടി ഈ വലിയ ആഴ്ചയിൽ ധ്യാനിക്കുന്നു. നമുക്കിന്ന് യേശുവിൻ്റെ ആദ്യ വചനത്തിലേക്ക് വരാം. അപ്പം ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവർക്കറിഞ്ഞുകൂടാ, അതുകൊണ്ട് ഇവരോട് നീ പൊറുക്കണം. ഈശോ കാരണം കണ്ടെത്തി തൻ്റെ പ്രിയപ്പെട്ടവർക്ക് മാപ്പ് കൊടുക്കാൻ സ്വർഗത്തിലെ പിതാവിനോട് പ്രാർത്ഥിക്കുകയാണ്. ഈശോ കുരിശിൽ കിടക്കുന്ന സമയത്ത് സഹോദരങ്ങളെ, ചുറ്റുവട്ടത്തും മനുഷ്യർ കാത്തു നിൽക്കുന്നത് അവൻ എന്തു പറയും എന്ന് കേൾക്കാനാണ്. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറയുന്നത്, സാധാരണയായി കുരിശിൽ കയറ്റുന്ന സമയത്ത് കുറ്റവാളികളുടെ നാവറുത്തുകൊണ്ടാണ് കുരിശിൽ കയറ്റുന്നത്. കാരണം വ്യക്തമാണ്, അവർ തനിക്ക് ജന്മം കൊടുത്ത വ്യക്തികളെ തുടങ്ങി, ഉദരത്തിൽ വഹിച്ച പെറ്റ തള്ളയെ തുടങ്ങി സകലർക്കുമെതിരെ ശാപമൊഴികൾ പറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ട് അത് കേൾക്കാൻ പ്രത്യേകിച്ചും മനുഷ്യന് താല്പര്യമില്ലാത്തതുകൊണ്ട് നാവറുത്ത് കുരിശിൽ കയറ്റും. എന്നാൽ അന്ന് കാൽവരി മലയിൽ ഈശോയെ കയറ്റിയ സമയത്ത് നാവ് അറുക്കപ്പെട്ടിട്ടില്ല. അവർ കാത്തു നിൽക്കുകയാണ്. ഇവൻ ജീവിച്ചതിനെയൊക്കെ മരണം കൊണ്ട് സാക്ഷ്യപ്പെടുത്തുമോ, അതോ മരണസമയത്ത് വെപ്രാളത്തിനിടയിൽ ജീവിച്ചപ്പോൾ പറഞ്ഞ കാര്യങ്ങളും ചെയ്ത കാര്യങ്ങളും അവൻ തള്ളിക്കളയുമോ? ഇത് ഈശോയുടെ വലിയ പ്രലോഭനമാണ്. ഇതുപോലുള്ള സമാനമായ പ്രലോഭനം സഭാപിതാക്കന്മാർ പറയുന്നതനുസരിച്ച് അവൻ നേരിട്ടത് ഗെത്സമൻ തോട്ടത്തിൽ വെച്ചാണ്. ഗെത്സമൻ തോട്ടത്തിൽ വെച്ച് ഈശോ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഈശോയ്ക്ക് കാണാം വരും കാലത്തെ സഭയിൽ ഒട്ടേറെ അന്തഛിദ്രങ്ങൾ ഉണ്ടാകുന്നത്. സഭാപിതാക്കന്മാർ കാരണത്തിനും അകാരണത്തിനും പൊതുവേദിയിൽ കിടന്ന് തല്ലിടുന്നത്, വിശുദ്ധമായ നാമത്തെ അശുദ്ധമാക്കാൻ വേണ്ടി ഒട്ടേറെ അവിഹിതമായ അകാരണമായ ചെയ്തികളിലേക്ക് മാറിപ്പോകുന്നത് ഈശോയ്ക്ക് അവിടെ കിടന്ന് കാണാം. പ്രലോഭകൻ എന്തുകൊണ്ടാണ് ഈ അന്ത്യപ്രലോഭനമായി ഈശോയുടെ അടുത്ത് അത് കൊണ്ടുവന്ന് കൊടുത്തത്? നീ ചെയ്യുന്ന ഈ കുരിശുമരണത്തിന് യാതൊരു പ്രയോജനവുമില്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഒപ്പം നീ ജീവനുള്ള ദൈവമാണെങ്കിൽ, നീ രാജാതിരാജനാണെങ്കിൽ, നീ കുരിശിനെ മാറ്റിക്കൊണ്ട് നീ ഇറങ്ങി വരിക എന്ന് പല ആവർത്തിവനോട് പറയുന്നുണ്ട് എന്ന് നമ്മൾ ഓർക്കണം. കുരിശുമരം പ്രലോഭനത്തിൻ്റെ സമയമാണ്. കുരിശുമരണം ഏറെ പ്രലോഭിപ്പിക്കപ്പെടുന്ന സമയമാണ്. ഈ പ്രലോഭനത്തെ എല്ലാം അതിജീവിച്ചുകൊണ്ടാണ് അവൻ തന്നെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി സ്വർഗത്തിലെ പിതാവിൻ്റെ മുമ്പിൽ ആദ്യത്തെ പ്രാർത്ഥന നടത്തുന്നത് എന്ന് നമ്മൾ ഓർക്കണം. സഹോദരങ്ങളെ, ചരിത്രത്തിൽ ഒരു മനുഷ്യനുണ്ട്, വരാനിരിക്കുന്ന ഗുരുവിനെക്കുറിച്ച് പറഞ്ഞ, രക്ഷകനെക്കുറിച്ച് പറഞ്ഞ വലിയൊരു ചിന്തകൻ, ഗ്രീക്ക് ചിന്തകനായ സോക്രട്ടീസാണ്. സോക്രട്ടീസ് ഒന്നും എഴുതിയിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ശിഷ്യനായ പ്ലേറ്റോ ആണ് എല്ലാം എഴുതിയിരിക്കുന്നത്. അതിൽ ഒരു ചെറിയൊരു പുസ്തകമുണ്ട്. പുസ്തകത്തിൻ്റെ ടൈറ്റിൽ ക്രിറ്റോ എന്നാണ്. തൻ്റെ അരുമ ശിഷ്യനായ ക്രിറ്റോയ്ക്ക് വേണ്ടി സോക്രട്ടീസ് എഴുതിയ ഭാഗമായിട്ടാണ് ഇത് ചിത്രീകരിക്കപ്പെടുന്നത്. സംഭവം ഏതാണ്ട് ഇങ്ങനെയാണ്. സോക്രട്ടീസ് എപ്പോഴും പൊതുവേദിയിൽ, പ്രത്യേകിച്ചും 4 കവലകളിൽ ചെന്നുകൊണ്ട് യുവാക്കളെ ചലഞ്ച് ചെയ്തുകൊണ്ട് പറയുമായിരുന്നു, നിങ്ങൾ ഈ പല ദൈവങ്ങളുടെ പിന്നാലെ പോകുന്നത് ശരിയല്ല. നിങ്ങളുടെ ബന്ധങ്ങൾ ഒരു പടി കൂടി വിശുദ്ധമായിട്ട് മാറേണ്ടത് ആയിട്ടുണ്ട്. ഇതാ വർഷങ്ങൾ കഴിയുമ്പോൾ ഒരു രക്ഷകൻ വരും, അവനാണ് യഥാർത്ഥമായ ദൈവം. ഇതൊക്കെ പറയുന്ന സമയത്ത് അവർക്കെല്ലാം വിഷമമാണ്. അവരെല്ലാവരും ഇവനെ കല്ലെറിയും, ഇവനെ പീഡിപ്പിക്കും. അങ്ങനെ ഇരിക്കെ അധികാരികൾ സോക്രട്ടീസിനെ ജയിലിൽ കൊണ്ടുപോയിട്ടു. ജയിലിൽ കൊണ്ടുപോയിട്ടപ്പോൾ ക്രിറ്റോ തുടങ്ങിയുള്ള എല്ലാ ശിഷ്യന്മാർക്കും വലിയ സങ്കടമായി, വലിയ വിഷമമായി. അതുകൊണ്ട് തങ്ങളുടെ ഗുരുവിനെ രക്ഷപ്പെടുത്തണം, എങ്ങനെയെങ്കിലും ഈ ജയിലിൽ നിന്ന് രക്ഷപ്പെടുത്തണം. അങ്ങനെ അവർ പറഞ്ഞു, ഇതാ ഞങ്ങൾ ഈ കടലിൻ്റെ അകത്തുള്ള ഐലൻഡിലാണ് ഈ ജയിലെങ്കിൽ കടലിനോട് ചേർന്ന്, ഈ ഐലൻഡിനോട് ചേർന്ന്
ഞങ്ങളൊരു കപ്പൽ കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ട്. പറയാം ഒരു സമയം, ആ സമയത്ത് ജയിൽ ഭേദിച്ച് വന്നാൽ മതി. പറഞ്ഞ നേരം കൊണ്ട് നമുക്ക് നമ്മുടെ സ്വദേശത്ത് പോയി രക്ഷപ്പെടാം. ഇതാണ് സോക്രട്ടീസിന് ക്രിറ്റോ കൊടുക്കുന്ന സന്ദേശം. സഹോദരങ്ങളെ, ഈ സമയത്ത് ഒരുപാട് മൂല്യങ്ങളിലും ധാർമ്മികതയിലും ജീവിക്കാൻ ആഗ്രഹിക്കുകയും ജീവിക്കുകയും ചെയ്ത സോക്രട്ടീസിൻ്റെ ഉള്ളിലെ സംശയം ഇതാണ്: ഞാൻ ഇത്രയും കാലം ജീവിച്ചതിന് ഞാൻ മരണം കൊണ്ട് സാക്ഷ്യപ്പെടുത്തണമോ, അതോ മരണകരമായി ജയിലിൽ കിടക്കേണ്ടി വരുമെന്നുള്ളത് കൊണ്ട് ഞാൻ പറഞ്ഞതിനെയൊക്കെയും തള്ളിക്കളയണമോ? സോക്രട്ടീസ് തീരുമാനിച്ചു, ഒരിക്കലും ഞാൻ തള്ളിക്കളയില്ല. ക്രിറ്റോയ്ക്ക് മറുപടി എഴുതി, എനിക്ക് ഞാനീ പറഞ്ഞതിനെ മരണം കൊണ്ട് സാക്ഷ്യപ്പെടുത്തണം. ഏതാണ്ട് ഇതിന് സമാനമായ ഒരു അനുഭവമാണ് പീഡാനുഭവ ദിവസം ഈശോയിലും ഉണ്ടാകുന്നത്. സകലരും പറയുന്നു, നീ ഇറങ്ങി വന്ന് നിൻ്റെ ശക്തി പ്രകടിപ്പിക്കുക, നിൻ്റെ മഹിമ നീ പ്രകടിപ്പിക്കുക. കാരണം മരിച്ചു കിടന്ന ലാസറിനെ പോലും ജീവനിലേക്ക് കൊണ്ടുവന്നവനാണ് നീ. പച്ചവെള്ളത്തെ മുന്തിരിച്ചാറാക്കി മാറ്റിയവനാണ് നീ. അതുകൊണ്ട് നിൻ്റെ അധികാരം ജനങ്ങൾ കാണട്ടെ, നിൻ്റെ ശക്തി ജനങ്ങൾ കാണട്ടെ, നീ ഇറങ്ങി വരിക. അവൻ ഇറങ്ങി വരികയല്ല ചെയ്തത്, മറിച്ച് തൻ്റെ ശത്രുക്കൾക്ക് വേണ്ടി അവൻ പ്രാർത്ഥിക്കുന്നു. കുരിശിലെ മനോഹരമായ ആദ്യത്തെ പ്രാർത്ഥന, പിതാവേ, ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവരറിയുന്നില്ല, ഇവർക്ക് മാപ്പ് കൊടുക്കണം, ഇവരോട് നീ പൊറുക്കണം. സഹോദരങ്ങളെ, നമ്മൾ ഈ വചനത്തിൽ കാണുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ഉള്ളിൽ നമ്മളിന്ന് സ്വീകരിക്കണം. പറയുന്നത് എങ്ങനെയാണ്? ഇവർ ചെയ്യുന്നത് ഇവർക്കറിഞ്ഞുകൂടാ, അജ്ഞരാണ് ഇവർ ചെയ്യുന്ന കാര്യം അതിനെക്കുറിച്ച് ഇവർക്ക് ബോധമില്ല. അതുകൊണ്ടാണ് ഇവരിത് ചെയ്യുന്നത്. അതുകൊണ്ട് സ്വർഗത്തിലെ അപ്പ, നീ ഇവർക്ക് മാപ്പ് കൊടുക്കണം എന്നാണ് ഈശോ പ്രാർത്ഥിക്കുന്നത്. സഹോദരങ്ങളെ, ഈശോ തന്നെ പീഡിപ്പിക്കുന്നവർക്ക് മാപ്പ് കൊടുക്കാൻ ഒരു കാരണം കണ്ടെത്തുകയാണ്. നമ്മളെ പീഡിപ്പിക്കുന്നവരെ കാരണം കണ്ടെത്തി ശിക്ഷിക്കുമ്പോൾ ഈശോ കാരണം കണ്ടെത്തുകയാണ്, വിടുവിക്കാൻ, മോചിപ്പിക്കാൻ, വെറുതെ വിടാൻ കാരണം കണ്ടെത്തി അവൻ കൊടുക്കുകയാണ്. നമ്മൾ ഓർക്കണം, അവൻ്റെ ഒരു ഹൃദയമുണ്ട്. ഈശോയുടെ ഹൃദയം എന്നും ഈ വെറുതെ വിടാൻ അനുവദിക്കുന്നതാണ്. നമ്മൾ ഓർക്കുക സഹോദരങ്ങളെ, അജ്ഞത എന്ന് പറയുന്നത് ഡിഗ്രി കൊണ്ട് മറികടക്കാൻ കഴിയുന്നതല്ല. ജ്ഞാനം നമുക്ക് കിട്ടുന്നത് വെറും ഒരു ഡിഗ്രി പഠിച്ചതുകൊണ്ടോ പുസ്തകങ്ങൾ വായിച്ചതുകൊണ്ടോ നമ്മൾ രൂപം കൊള്ളുന്ന ഒരു കാര്യമായി ഒരിക്കലും നമ്മൾ കരുതരുത്. ഞാൻ ഓർക്കുന്നു, ഇക്കഴിഞ്ഞ ദിവസം ഒരു പറ്റം മെഡിക്കൽ ഡോക്ടേഴ്സിനുള്ള ഒരു സർവീസ് നടത്തുകയാണ്. അപ്പോൾ ഇതിൻ്റെ അവസാനം ഭക്ഷണത്തിൻ്റെ സമയത്ത് ഒരു മെഡിക്കൽ ഡോക്ടർ പറയുകയാണ്, അബോർഷൻ ക്ലിനിക്കിലേക്ക് പോകുന്ന സമയത്ത് പോലും അബോർഷൻ നടത്തുന്ന ചില ഡോക്ടേഴ്സ് പിതാവിനും പുത്രനും ഒക്കെ ചെല്ലി പ്രത്യേകം മാതാവിൻ്റെ മധ്യസ്ഥമൊക്കെ തേടി പ്രാർത്ഥിച്ചിട്ടാണ് ക്ലിനിക്കിലേക്ക് പോകുന്നത്. മാതാവെ സഹായിക്കണം, ഒരിക്കലും വിഷമം ഉണ്ടാകരുത്. ഞാൻ കണ്ടിട്ടുണ്ട് മെക്സിക്കോ ഗാദലൂപ്പ മാതാവിൻ്റെ അടുത്ത് ഡ്രഗ്സ് വിൽക്കാൻ വേണ്ടിയിട്ട് പോകുന്ന സമയത്ത് അങ്ങനെയുള്ള ആളുകൾ പ്രാർത്ഥിക്കാൻ പോകാറുണ്ട്, ദൈവമേ പോലീസൊന്നും പിടിക്കാതെ എന്നെ കാത്തുകൊള്ളണമേ എന്ന്. ഇതുപോലെ പ്രാർത്ഥനയാണ്. മാത്രമല്ല, ഒരു മെഡിക്കൽ ഡോക്ടർ പറഞ്ഞ് ഞാൻ ഓർക്കുന്നു, ഈ സർജിക്കൽ അബോർഷൻ നടത്തുന്ന സമയത്ത് അതിൻ്റെ ഇൻസ്ട്രുമെൻറ്റ്സ് കയ്യിലെടുക്കുമ്പോൾ തെറ്റുകളൊന്നും വരാൻ പാടില്ലല്ലോ. ശരീരത്തിൽ ഒരു ഭാഗത്തും മറ്റു ഭാഗത്തൊന്നും മുറിവുകൾ വരാൻ പാടില്ല. അതുകൊണ്ട് തൊടുന്ന സമയത്തൊക്കെ ഈശോ ഈശോ എന്ന് വിളിക്കുമെന്നാണ് പറയുന്നത്. ഈശോയെ കാത്തുകൊള്ളണം, ഈശോയെ രക്ഷപ്പെടണം, ഈശോയെ കുഴപ്പമുണ്ടാകരുത്. സഹോദരങ്ങളെ, എന്താണിത്? ബോധക്കേടാണ്. ബോധക്കേട് പഠിച്ചതുകൊണ്ട് ഉണ്ടാകുന്നതല്ല സുബോധമെന്ന് പറയുന്നത്, ജ്ഞാനമെന്ന് പറയുന്നത്. ഇതുകൊണ്ടാണ് ഈശോ പറയുന്നത്, പലരും തെറ്റുകൾ ഒരുപാട് ചെയ്തിരിക്കുന്നത് അവർക്ക് ബോധമില്ലാത്തത് കൊണ്ടാണ്, ജ്ഞാനമില്ലാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് സ്വർഗത്തിലെ പിതാവെ നീ പൊറുക്കണം. ഈശോ കാരണം കണ്ടെത്തുകയാണ്. സഹോദരങ്ങളെ, ഇത് കുറേ കൂടി വ്യക്തമാകുന്നത് ലൂക്കായുടെ സുവിശേഷം 15-ാമത്തെ അധ്യായത്തിലാണ്. നിങ്ങൾക്ക് പരിചയമുള്ളതാണ്. 3 നഷ്ടങ്ങളുടെ കഥകൾ പറയുന്ന സുവിശേഷ ഭാഗമാണ് ലൂക്കായുടെ സുവിശേഷം 15-ാമത്തെ അധ്യായം. അതിൽ ധൂർത്തനായ പുത്രനുണ്ട്, ഓടിപ്പോയ ആടുണ്ട്, നഷ്ടമായ നാണയമുണ്ട്. നാണയത്തിന് തനിയെ തിരിച്ചു വരാൻ പറ്റില്ല. മനുഷ്യന്, ധൂർത്തനായ പുത്രന് പിതാവിനെ തേടി വരാൻ പറ്റും. ആടിന് ഒരിക്കലും ഇടയനെ തേടി മടങ്ങി വരാൻ പറ്റില്ല. കാരണം ദീർഘദൃഷ്ടി കുറഞ്ഞ മൃഗമാണ് ആട്. അതുകൊണ്ട്
നാണയത്തെ തേടി ആ സ്ത്രീ ഇറങ്ങി, ആടിനെ തേടി ഇടയനും ഇറങ്ങി. എന്നാൽ ഏറെ വേദനിച്ചുകൊണ്ട് ആ പിതാവ് അവിടെ കാത്തിരിക്കുകയാണ്, തൻ്റെ പ്രിയപുത്രൻ മടങ്ങി വരുന്നതും കാത്തുകൊണ്ട്. ഏറെ വിഷമത്തോടെ കാത്തിരിക്കുകയാണ്. സത്യത്തിലൊന്ന് ചിന്തിച്ചു നോക്കുക, അവന് വീട്ടിൽ എന്ത് ഇല്ലാതിരുന്നിട്ടാണ് അവൻ വീട്ടിൽ നിന്ന് പോയത്? പഠനമില്ലേ, ജ്ഞാനത്തിനുള്ള അവസരങ്ങളില്ലേ, അവന് സംവദിക്കാനുള്ള അവസരങ്ങളില്ലേ, ഭക്ഷണമില്ലേ, വസ്ത്രമില്ലേ, സകലതും അവന് വീട്ടിലുണ്ട്. എന്നിട്ടും അവന് തോന്നുകയാണ്, അല്ല, പുറത്താണ് സൗന്ദര്യം, പുറത്താണ് കൂടുതൽ ആഘോഷങ്ങളുള്ളത്, പുറത്താണ് കുറേ കൂടി വർണ്ണങ്ങളുള്ളത്, അതുകൊണ്ട് അവൻ വീട് വിട്ട് ഇറങ്ങുകയാണ്. സഹോദരങ്ങളെ, നമ്മൾ ഓർക്കണം, ദൈവം നമുക്ക് നൽകുന്ന സ്വാതന്ത്ര്യം ഈ പ്രപഞ്ചത്തിലെ മറ്റൊരു വസ്തുവിനും ഒരു വ്യക്തിക്കും തരിക സാധ്യമല്ല. ദൈവത്തിന് എതിരെ തിരിയാനുള്ള സ്വാതന്ത്ര്യം പോലും ദൈവം നിങ്ങൾക്ക് തരുന്നുണ്ട്. ആരെങ്കിലും അത്തരമൊരു സ്വാതന്ത്ര്യം നിങ്ങളുടെ കൈവെള്ളയിൽ വെച്ച് തരുമോ? ദൈവത്തിന് എതിരെ തിരിയാനുള്ള സ്വാതന്ത്ര്യം പോലും ദൈവമക്കൾക്ക് തരുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അതുകൊണ്ടാണ് അന്ന് ആ പിതാവിൻ്റെ മാറ് പിളർക്കുന്ന വിധത്തിൽ ആ 2 മക്കളിൽ ഇളയവൻ ഭവനത്തെ ഭേദിച്ച് സ്വത്തുമായി ഇറങ്ങിപ്പോകുന്ന നേരത്തും ഈ അപ്പൻ മിണ്ടിയില്ല, ഈ അപ്പൻ എതിർത്ത് സംസാരിച്ചില്ല. അവൻ പോയി സകലത നഷ്ടമാക്കി. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പ്രവേശിക്കുന്നില്ല, ഒരു കാര്യം സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അവൻ എല്ലാം നഷ്ടമാക്കി അവൻ മടങ്ങി വരികയാണ്. ചിലരെങ്കിലും ചോദിക്കാറുണ്ട്, എന്തുകൊണ്ട് ഈ അപ്പൻ ഈ മകനെ തേടി ഇറങ്ങിയില്ല? ബൈബിൾ പണ്ഡിതന്മാർക്ക് അവരുടേതായ ഉത്തരങ്ങളുണ്ട്. പക്ഷെ ഞാൻ ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുടെ മുമ്പിൽ സൂചിപ്പിക്കട്ടെ. സഹോദരങ്ങളെ, ഈ വീട്ടിലിരിക്കുന്ന ഈ അപ്പന് ഒരു കാര്യം അറിയാവുന്ന കാര്യം ഇതാണ്: ഈ ഭൂമിയിൽ എൻ്റെ ഈ മകൻ എവിടെ പോയാലും മടങ്ങി വരും. കാരണം ഈ അപ്പനേക്കാൾ സുന്ദരമായൊരു സ്നേഹം കൊടുക്കാൻ, സുന്ദരമായ ഒരു കരുതലും സംരക്ഷണവും കൊടുക്കാൻ ഈ പ്രപഞ്ചത്തിലെ മറ്റൊന്നിനും കഴിയുകയില്ല എന്ന് ഈ അപ്പനറിയാം. നിങ്ങൾക്കറിയുമോ? നിങ്ങളൊരപ്പനാണെങ്കിൽ, നിങ്ങളൊരമ്മയാണെങ്കിൽ, നഷ്ടപ്പെട്ടാൽ അവർ തിരിച്ചു വരും എങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനൊരു ബോധ്യമുണ്ടെങ്കിൽ, ബോധ്യം ഇതായിരിക്കണം: എന്നേക്കാളുപരി, ഞാനെന്ന അപ്പനേക്കാളുപരി, ഞാനെന്ന അമ്മയേക്കാളുപരി ഈ പ്രപഞ്ചത്തിൽ ഒരാൾക്കും അവളുടെ പ്രണയിനിക്ക്, അവൾ സ്നേഹിക്കുന്നവന്, അവൻ സ്നേഹിക്കുന്നവൾക്ക്, ആരുമായിക്കൊള്ളട്ടെ, അവർക്കൊന്നും കൊടുക്കാൻ കഴിയില്ല. ഈ അപ്പനേക്കാളും ഈ അമ്മയേക്കാളും അധികമായ സ്നേഹമെന്ന് ഉറപ്പുണ്ട് എങ്കിൽ തീർച്ചയായും അവർ മടങ്ങി വരും. മടങ്ങി വരാതെ തരമില്ല. സ്വർഗപിതാവിന് അങ്ങനെയാണ്. സഹോദരങ്ങളെ, എൻ്റെ പ്രിയപ്പെട്ടവർ, എവിടെ പോയാലും, എനിക്കെതിരെ തിരിഞ്ഞാലും, എതിരെ തിരിഞ്ഞ് ഗ്രന്ഥങ്ങൾ എഴുതിയാലും സംസാരിച്ചാലും അവർ മടങ്ങി വരും. പിതാവിനറിയാം, എന്നേക്കാൾ അധികം സ്നേഹിക്കാൻ പ്രപഞ്ചത്തിൽ ആർക്കും കഴിയുകയില്ല എന്ന്. അറിയപ്പെടുന്ന ഒരു മനുഷ്യൻ പാക്കോ എന്ന് പറയുന്നുള്ള ഒരു ചെറുപ്പക്കാരനെക്കുറിച്ച് പറയാനിട വന്ന്. പാക്കോ എന്നുള്ളത് ഒരു 14 വയസ്സ് പ്രായമുള്ള ഒരു ചെറുപ്പക്കാരൻ്റെ പേരാണ്. പാക്കോ ഇങ്ങനെ ജീവിച്ച് വീട്ടിലെ ഏകപ്പെട്ട മകനാണ്. അവൻ സന്തോഷത്തോടുകൂടി ജീവിച്ചു പോകുന്നു. ഒരു ദിവസം അവന് തോന്നുകയാണ്, ഈ പപ്പയും മമ്മിയും ഒക്കെ എന്നെ ഒരുപാട് കൺട്രോൾ ചെയ്യുന്നുണ്ട്, ഒരുപാട് നിയന്ത്രിക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ ബോർഡിങ്ങിൽ താമസിക്കുന്ന എൻ്റെ സുഹൃത്തുക്കളാകട്ടെ ഒരുപാട് സന്തോഷിച്ചാണ് പോകുന്നത്. അതുകൊണ്ട് എനിക്ക് എന്തുകൊണ്ട് അങ്ങോട്ട് പോയിക്കൂടാ? അങ്ങനെ പാക്കോ വീട് വിട്ടിറങ്ങി. വീട് വിട്ട് പോയ ദിവസം മുതൽ അവൻ്റെ പപ്പയും മമ്മിയും അവനെ തേടി അന്വേഷിക്കാൻ തുടങ്ങി. പള്ളിയിലും, കളിക്കുന്ന കളിയിടങ്ങളിലും, അവൻ്റെ ഫ്രണ്ട്സിൻ്റെ ഇടയിലും എന്ന് തുടങ്ങി എല്ലായിടത്തിലും പാക്കോയെ തേടിയുള്ള അന്വേഷണം തുടങ്ങി. പക്ഷെ കണ്ടെത്താനായിട്ട് പറ്റണില്ല. സഹോദരങ്ങളെ, അങ്ങനെ ഇരിക്കെ ഈ പപ്പയുടെ ഉള്ളിൽ ഒരു ചിന്ത വന്നു. ചിന്ത ഇതാണ്: എന്തുകൊണ്ട് ലോക്കലായ ഒരു ന്യൂസ് പേപ്പറിൽ ഒരു അഡ്വർടൈസ്മെൻറ്റ് കൊടുത്തുകൂടാ? അങ്ങനെ ഒരു 4-1 പേജ് എടുത്ത് ഒരു അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കുകയാണ്. അഡ്വർടൈസ്മെൻറ്റ് ഇങ്ങനെയാണ്: എൻ്റെ പ്രിയപ്പെട്ട മകൻ പാക്കോ, ഇത് നിൻ്റെ പപ്പ, നിൻ്റെ ഡാഡിയാണ് എഴുതുന്നത്. നീ അടുത്ത ചൊവ്വാഴ്ച ഹോട്ടൽ മൊണ്ടാനോ എന്ന് പറയുന്ന ഹോട്ടലിലേക്ക് ഉച്ചഭക്ഷണത്തിന് വേണ്ടി വരിക. ഞാൻ അവിടെ നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. എല്ലാം ക്ഷമിച്ചിരിക്കുന്നു. നിൻ്റെ പ്രിയപ്പെട്ട പപ്പ. ഇതാണ് ന്യൂസ് പേപ്പറിലെ അഡ്വർടൈസ്മെൻറ്റ്. ഇതാ ന്യൂസ് പേപ്പർ വിതരണം ചെയ്തു. അന്ന് പ്രഭാതത്തിൽ അവനും കിട്ടി ന്യൂസ് പേപ്പർ.
അവന് മനസ്സിലായി ഇത് തൻ്റെ പപ്പ എഴുതിയിരിക്കുന്നതാണ്. അവൻ തീരുമാനിച്ചു ബസ്സെടുത്ത് ഹോട്ടലിലേക്ക് ചെന്ന്. ഹോട്ടൽ മൊണ്ടാനയുടെ അടുത്ത് ചെന്നപ്പോൾ ഇവൻ അതിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാൻ പറ്റുന്നില്ല. പുറത്തുള്ള ഹോട്ടലാണ്, അതുകൊണ്ടാണ് പേര് ഹോട്ടൽ മൊണ്ടാനോ എന്നുള്ള ഇച്ചിരി പ്രശ്നം പിടിച്ച പേരൊക്കെ ഉള്ളത്. സഹോദരങ്ങളെ, അവൻ ഹോട്ടലിൻ്റെ അടുത്തേക്ക് ചെന്നപ്പോൾ അവന് പ്രവേശിക്കാൻ പറ്റുന്നില്ല. കാര്യം എന്തെന്നറിയാവോ? ഒരു 10-800 ചെറുപ്പക്കാർ പരിസരത്തെല്ലാം ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. പോലീസുകാർ ട്രാഫിക് കൺട്രോൾ ചെയ്യാൻ അവിടെ നിൽക്കുന്നുണ്ട്. അവൻ ചെന്നിട്ട് ഒരു പോലീസുകാരനോട് പറഞ്ഞു, സാറേ എനിക്ക് ഈ ഹോട്ടലിൽ പ്രവേശിക്കണം, കാരണം ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കാനായിട്ട് എൻ്റെ പപ്പ എന്നെ വിളിച്ചിരിക്കുകയാണ്. ഞാൻ അതുകൊണ്ട് ഒരുപാട് മൈലുകൾ യാത്ര ചെയ്ത് ഞാനിവിടെ വന്നിരിക്കുന്നതാണോ, അതുകൊണ്ട് എനിക്ക് അകത്തേക്ക് പ്രവേശിക്കണമെന്ന് പറഞ്ഞു. സഹോദരങ്ങളെ, കാരണം എന്താണെന്നറിയാവോ? ഈ അഡ്വർടൈസ്മെൻറ്റ് ഈ പത്രം ചെന്ന എല്ലാ വീടുകളിലും ചെന്നു, ബോർഡിങ്ങുകളിൽ ചെന്നു, എല്ലാ ഹോസ്റ്റലുകളിലും ചെന്നു. ഒരുപാട് ചെറുപ്പക്കാരുണ്ട്, പാക്കോ എന്ന് പേരുള്ളവർ ആ സിറ്റിയിൽ. അവർക്ക് പലർക്കും അവരുടെ ഡാഡിമാരായിട്ടും മമ്മിമാരായിട്ടും പ്രശ്നങ്ങളുണ്ട്. ഇതാ സ്വന്തം പപ്പ ഹോട്ടലിൽ ഉച്ചഭക്ഷണത്തിന് വേണ്ടി ക്ഷണിച്ച് കാത്തിരിക്കുന്നെന്ന് കണ്ടപ്പോൾ, എല്ലാം പുറത്തിരിക്കുന്നു എന്ന് പറഞ്ഞുള്ള വചനം അതിൻ്റെ അടിയിൽ എഴുതിയപ്പോൾ അവരെല്ലാവരും പപ്പയെ തേടി പോയതാണ്. അങ്ങനെ 100 ചെറുപ്പക്കാർ ഹോട്ടൽ മൊണ്ടാനയിലൊന്ന് ഒരുമിച്ച് കൂടി. ഈ പിതാവിൻ്റെയും ഈ മകൻ്റെയും തുടങ്ങി സകലരുടെയും കണ്ണുകൾ നിറഞ്ഞു ഈ സംഭവം അന്ന് നടന്നപ്പോൾ. ഞാൻ നിങ്ങളോട് പറഞ്ഞത്, സഹോദരങ്ങളെ, മാപ്പ് കൊടുക്കാൻ നമ്മളുടെ സ്വർഗത്തിലെ അപ്പൻ എന്നും സജ്ജമാണ്. പക്ഷേ എൻ്റെയും നിങ്ങളുടെയും കാര്യം എടുക്കുക. നമ്മൾ പലപ്പോഴും കാരണങ്ങൾ കണ്ടെത്തുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? പലരെയും പിടിക്കാൻ വേണ്ടിയിട്ടാണ്, പലരെയും നമ്മുടെ തടവറയിലാക്കാൻ വേണ്ടിയിട്ടാണ്, മോചിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല. ഇതാ പിതാവേ, ഇവർ ചെയ്യണത് എന്താണെന്ന് ഇവർക്ക് യാതൊരു പിടിയുമില്ല, അതുകൊണ്ട് നീ ഇവർക്ക് മാപ്പ് കൊടുക്കണമെന്ന് കർത്താവ് കണ്ടെത്തുകയാണ് തൻ്റെ പ്രിയപ്പെട്ടവരെ മോചിപ്പിക്കാനുള്ള, മാപ്പ് കൊടുക്കാനുള്ള കാരണങ്ങൾ. ഇത് ലൂക്കാ സുവിശേഷത്തിൻ്റെ 15-ാം അധ്യായത്തിലോ പുതിയ നിയമത്തിലോ മാത്രമല്ല നമ്മൾ കാണുന്നത്, മറിച്ച് ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപാട് വരെയുള്ള ഗ്രന്ഥങ്ങളിലുടനീളം നമ്മളിത് കാണുന്നുണ്ട്. നമുക്കൊരു ഭാഗം മാത്രം പരിശോധിക്കാം. ഉൽപ്പത്തി പുസ്തകം 4-ാമത്തെ അധ്യായത്തിൽ ആദ്യ കൊലപാതകം നടക്കുകയാണ്. ഇതാ സ്വന്തം സഹോദരൻ ആബേലിനെ കായേൽ ദാരുണമായിട്ട് കൊല്ലുകയാണ്. അസൂയ മൂത്ത് കൊല്ലുന്നതാണ്, വേറെ കാരണങ്ങളൊന്നുമില്ല. അസൂയ കൊണ്ട് ദാരുണം ഇതാ അവനെ നശിപ്പിച്ച് കളയുകയാണ്. ദൈവം ഇതാ ഭൂമിയിൽ നിന്ന് അവൻ്റെ രക്തം നീതിക്ക് വേണ്ടി കരയുന്നത് കൊണ്ട് അവൻ്റെ മേൽ ചില വിധികൾ പ്രസ്താവിച്ചു. ആ വിധിയിലൊന്നാണ്, നീ ഭൂമിയിലുടനീളം അലഞ്ഞ് തിരിയുമെന്നുള്ളത്, നീ ഒരുപാട് വിഷമിക്കുമെന്നുള്ളത്. അന്ന് വൈകുന്നേരം ആയപ്പോഴത്തേനും കായേൽ ദൈവത്തിൻ്റെ അടുത്തേക്ക് ചെന്നു, ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, എല്ലാവരും എന്നെ കൊല്ലാൻ ശ്രമിക്കുന്നു, എന്നെ കാണുന്നവർ എന്നെ കൊല്ലാൻ ശ്രമിക്കുന്നു, എന്നെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. സഹോദരങ്ങളെ, ദൈവം എന്താണ് ചെയ്തത്? ദൈവം ചെയ്തത് ഉൽപ്പത്തി 4-ന്റെ 14-ാമത്തെ തിരുവചനത്തിൽ നമ്മൾ വായിക്കും. അവനോട് പറയുകയാണ്, കായേലേ, നിന്നെ ആരും കൊല്ലില്ല, നിന്നെ ആരും നശിപ്പിക്കില്ല, ഞാൻ നിന്നെ സംരക്ഷിക്കാം, നിനക്ക് വേണ്ടി ഞാൻ കാവലിരിക്കാം എന്ന് പറഞ്ഞ് അവൻ്റെ നെറ്റിത്തടത്തിൽ ഒരടയാളം രേഖപ്പെടുത്തി. സഭാപിതാക്കന്മാർ പറയുന്നത് ഈ അടയാളമാണ് പുതിയ നിയമത്തിലെ കുരിശിൻ്റെ ആദ്യ പതിപ്പ് എന്നാണ്. ഈ അടയാളമാണ് കാൽവരിക്കുന്നിലെ ഉയർത്തപ്പെട്ട കുരിശിൻ്റെ ആദ്യ അടയാളമെന്ന്. ഈ അടയാളം അവൻ്റെ നെറ്റിത്തടത്തിൽ പതിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ആരും നിന്നെ ഉപദ്രവിക്കില്ല, ആരും നിന്നെ വിഷമിപ്പിക്കില്ല. ആരാ നമ്മുടെ ദൈവം? കൊലയാളിക്ക് കാവൽ നിന്ന ഒരു ദൈവമാണ് സഹോദരങ്ങളെ നമ്മുടെ ദൈവമെന്ന് പറയുന്നത്. കൊലയാളിയായ കായലിന് കാവൽ നിന്നുകൊണ്ട് നിന്നെ ഉപദ്രവിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് കാത്ത് സംരക്ഷിച്ച ഒരു ദൈവമാണ് നമ്മുടെ ദൈവം എന്ന് നമ്മൾ ഓർക്കണം. സഹോദരങ്ങളെ, ശത്രുക്കളെ സ്നേഹിക്കുക എന്നുള്ളത് മാനുഷികമായി സ്വാഭാവികമല്ല. നമ്മളിലെല്ലാം ഒരു മൃഗീയ സ്വഭാവം ഉള്ളതുകൊണ്ട് നമ്മളാരും വളരെ എളുപ്പത്തിൽ നമ്മളെ വിഷമിപ്പിക്കുന്ന ആളുകളെ സ്നേഹിക്കില്ല. നമുക്ക് സ്നേഹിക്കാൻ കഴിയുമോ? നിങ്ങൾ തന്നെ ഒന്ന് ഓർത്ത് നോക്കുക. കർത്താവിൻ്റെ മുമ്പിലിരിക്കുമ്പോൾ അല്ലെങ്കിൽ ശാന്തമായിരിക്കുന്ന സമയത്ത് എത്രയോ മുഖങ്ങളും ഭാവങ്ങളുമാണ് നമ്മുടെ മുമ്പിൽ മിന്നി മറഞ്ഞു പോകുന്നത്. പലതും നമ്മളെ വേദനിപ്പിച്ചിരിക്കുന്ന സംഭവങ്ങൾ,
നമ്മളിൽ നിന്ന് നമ്മളുടേതായ പലതും അപഹരിച്ചിരിക്കുന്ന മനുഷ്യർ, ഒരുപാട് ദുരുപയോഗിക്കപ്പെട്ട അനുഭവങ്ങളിലൂടെ നമ്മളെ തള്ളിയിട്ടിരിക്കുന്ന മനുഷ്യർ. അതുകൊണ്ട് ഇത്തരം അനുഭവങ്ങളിൽ ഒരിക്കലും സ്വാഭാവികമായി സ്നേഹിക്കുക സാധ്യമല്ല. ശത്രുക്കളെ എനിക്കും നിങ്ങൾക്കും സ്നേഹിക്കണമെങ്കിൽ അസ്വാഭാവികമായ കർത്താവിൻ്റെ കൃപ നമ്മളിൽ വന്നേ മതിയാകൂ. അതുകൊണ്ട് കർത്താവിൻ്റെ കുരിശിനോട് നമുക്ക് ചേർന്നിരുന്നെങ്കിലേ നമുക്ക് ശത്രുവിനെ സ്നേഹിക്കാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ടാണ് വചനം പറയുന്നത്, നീതിമാന് വേണ്ടി ആരെങ്കിലുമൊക്കെ മരിച്ചേക്കാം, ആരെങ്കിലുമൊക്കെ ജീവൻ കൊടുത്തേക്കാം, പക്ഷേ പാപികൾക്ക് വേണ്ടി, ശത്രുക്കൾക്ക് വേണ്ടി അത് പ്രപഞ്ചത്തിൽ എവിടെയെങ്കിലും കേൾക്കുമോ? ഒരിക്കലും കേൾക്കില്ല. അത് ചെയ്തവനെ, അത് ചെയ്ത കുരിശിനെ ഞാനും നിങ്ങളും ചേർത്ത് പിടിച്ചെങ്കിൽ മാത്രമേ നമുക്ക് കഴിഞ്ഞ കാലത്തിലെ ഒരുപാട് പിഴവുകൾക്ക് നമ്മളെയൊക്കെയും പാത്രമാക്കിയ, ഭാഗമാക്കിയ മനുഷ്യരോട് ക്ഷമിക്കാനും അവരെ സ്നേഹിക്കാനും കഴിയൂ. അതുകൊണ്ട് നമുക്ക് ഓർക്കാം, സ്നേഹിക്കാൻ ഒരു കാരണം കണ്ടെത്തുക, ക്ഷമിക്കാൻ കാരണം കണ്ടെത്തുക. എന്ത് കാരണമാണ് ക്ഷമിക്കാൻ നിങ്ങൾ കണ്ടെത്തേണ്ടത്? നിങ്ങൾ കണ്ടെത്തേണ്ട കാരണം ഈശോ കുരിശിൽ കിടന്നുകൊണ്ട് കണ്ടെത്തിയ കാരണമാകാം. ആ കാരണം വ്യക്തമാണ്. പിതാവേ, ഇവർ ചെയ്യുന്നത് ഇവർക്ക് അറിഞ്ഞുകൂടാ, ഇവർ കാട്ടിക്കൂട്ടുന്നത് ഇവർക്ക് അറിഞ്ഞുകൂടാ, അതുകൊണ്ട് ക്ഷമിക്കണം. കർത്താവെ, ബോധമില്ലാത്തതുകൊണ്ട് ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, ഞാൻ ഒരുപാട് കാര്യങ്ങൾ പെട്ടുപോയിട്ടുണ്ട്. അതുപോലെ ദൈവമേ, ബോധമില്ലാത്തതുകൊണ്ട് അവൻ അല്ലെങ്കിൽ അവൾ എന്നോട് ഇത്തരം കാര്യങ്ങൾ ചെയ്തതാണ്. ബോധമുണ്ടെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവൻ ഇത് ചെയ്യുമോ? പ്രിയപ്പെട്ടവൾ ചെയ്യുമോ? ചെയ്യില്ല. ഞാൻ ഓർക്കുന്നു, കുറച്ച് നാളുകൾക്ക് മുമ്പ് നമ്മുടെ ഈ അടുത്ത കാലത്ത് കേരളത്തിലുണ്ടായ ഭൂകമ്പമല്ല, അതിന് മുമ്പുണ്ടായ ഒരു ഭൂകമ്പത്തിൽ ഇതാ ഒരു കുടുംബത്തിലെ ഒരമ്മ മാത്രമുണ്ട്, മകൻ മാറിയാണ് താമസിക്കുന്നത്. അമ്മയ്ക്ക് കുറച്ച് പൈസയൊക്കെ കൊടുക്കും, ആ പൈസ കൊണ്ടാണ് അമ്മ ജീവിച്ചു പോകുന്നത്. പക്ഷെ കാശൊന്നും ഇല്ലാത്തതുകൊണ്ട് അരി മേടിക്കാൻ പൈസ ഇല്ലാതെ വന്നപ്പോൾ മകനെ തേടി പോയതാണ്. മകനെയും മകൻ വിവാഹം കഴിച്ച മരുമകളെയും കുഞ്ഞിനെയും ഒന്ന് കാണാനും അവരിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമെന്ന് കരുതിക്കൊണ്ട് പോയതാണ്. പോയി തിരിച്ചു പോരുന്ന നേരത്ത് ഒരു പാലമുണ്ട്, പാലം ക്രോസ് ചെയ്തിട്ട് വേണം സ്വന്തം വീട്ടിലേക്ക് അമ്മയ്ക്ക് വരാനായിട്ട്. ക്രോസ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് ഈ അമ്മ പാലത്തിൽ നിന്ന് താഴെ വീണ്, മരം കൊണ്ടുണ്ടാക്കിയ പാലമാണ്, പെട്ടെന്ന് താഴെ വീണു, വെള്ളത്തിൽ പെട്ടു, ഇതാ ഒഴുകി ഏതോ സ്ഥലത്ത് ചെന്ന് പെട്ടു. 2 ദിവസം കഴിഞ്ഞ് ബോധം തെളിഞ്ഞ് ഇവരെ ഒരു ഹോസ്പിറ്റലിലായി ആരോ കൊണ്ടുപോയി ആക്കി. ബോധം തെളിഞ്ഞിരിക്കുന്ന സമയത്ത് പലരും ഒരു കാര്യം തിരിച്ചറിഞ്ഞിരുന്നു, തൻ്റെ ഈ അമ്മയുടെ മകൻ തന്നെയാണ് ഈ അമ്മയെ അവിടെ തള്ളിയിട്ടത് എന്ന്. പെട്ടെന്ന് തന്നെ കേസ് കൊടുക്കാൻ തയ്യാറായി, കോടതിയിൽ കേസായി, പ്രതിയായി മകൻ നിൽക്കുന്നു. ഈ അമ്മയോട് ജഡ്ജി ചോദിച്ചു, അമ്മേ, ഈ മകൻ തന്നെയാണോ അമ്മയെ തള്ളിയിട്ടത്? അപ്പോൾ അമ്മ പറഞ്ഞു, അല്ല, ഒരിക്കലും അല്ല, എൻ്റെ മോനല്ല തള്ളിയിട്ടത്. അല്ലെങ്കിലും സാറേ, എൻ്റെ മോന് എങ്ങനെയാ അവൻ്റെ പെറ്റ തള്ളയെ തള്ളിയിടാനായിട്ട് തോന്നുന്നത്? എന്തായിരുന്നാലും അമ്മയ്ക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ലാത്തതുകൊണ്ട് കേസ് തള്ളിക്കളഞ്ഞ് പുറത്തേക്കിറങ്ങി. 2 പേരും കൂടി, അമ്മയും മകനും ഭാര്യയും മകൻ്റെ ഭാര്യയും കുഞ്ഞും ഒക്കെയായി പുറത്തേക്കിറങ്ങുമ്പോൾ പത്രപ്രവർത്തകരെല്ലാവരും കൂടി വട്ടം കൂടി കഴിഞ്ഞപ്പോൾ പത്രപ്രവർത്തകരിൽ ചിലർ അമ്മയോട് ചോദിച്ചു, അമ്മയെ തള്ളിയിട്ടത് ഈ മകനാണ് എന്ന് എല്ലാവർക്കും അറിയാം, നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം. എന്നിട്ടും എന്തിനാണ് അമ്മ ഈ മകനെ ഇത്രയധികം പ്രൊട്ടക്റ്റ് ചെയ്തത്? എന്തുകൊണ്ടാണ് അമ്മ ഇങ്ങനെ പറഞ്ഞത്? അമ്മ പറഞ്ഞു, മോനെ, നീ എന്തിനാണ് നീ എന്നെ തള്ളിയിട്ടത്? അപ്പോൾ മോൻ പറഞ്ഞു, അമ്മേ, സ്വന്തപ്പെട്ടവരോ പ്രിയപ്പെട്ടവരോ നഷ്ടമാകുന്നുണ്ട് എങ്കിൽ, ഭൂകമ്പത്തിൽ നഷ്ടമാകുന്നുണ്ടെങ്കിൽ 20,000 രൂപ ഗവൺമെൻറ് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പെട്ടെന്ന് തന്നെ അമ്മ പത്രപ്രവർത്തകരെ നോക്കിക്കൊണ്ട് പറഞ്ഞു, കണ്ടില്ലേ, അവനൊരു കാരണം പറഞ്ഞു കണ്ടോ? അവന് 20,000 രൂപയുടെ ആവശ്യമുണ്ടായിരുന്നു, അതുകൊണ്ട് അവൻ എന്നെ തള്ളിയിട്ട്, അതുകൊണ്ട് അവന് 20,000 രൂപ കിട്ടി. അവന് വേറെ ആരുടെയും അമ്മയെ തള്ളിയിടാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടാണ് എന്നെ തള്ളിയിട്ടത് എന്ന് പറഞ്ഞു. സഹോദരങ്ങളെ, ആ ദേവകി അമ്മ എന്ന് പറയുന്നുള്ള ഒരു സ്ത്രീ സ്വന്തം മകനെ രക്ഷപ്പെടുത്താൻ വേണ്ടി കാരണം കണ്ടെത്തുകയാണ്. ഞാനും നിങ്ങളും കാരണം കണ്ടെത്തി മനുഷ്യരെ ക്രൂശിക്കുമ്പോൾ, കാരണം കണ്ടെത്തി മനുഷ്യരെ വിടുവിക്കുന്ന ഒരുപാട് മനുഷ്യർ ഈ ഭൂമിയിലുണ്ട് എന്ന് നമുക്ക് ഓർക്കാം. പിതാവേ,
ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവർക്കറിഞ്ഞുകൂടാ. അതുകൊണ്ട് ഇവരോട് പൊറുക്കണമേ. കാരണം കണ്ടെത്തി പൊറുക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി ഈ അനുഗ്രഹീതമായ ദിവസം ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ. ഇത്രയും സ്നേഹിച്ചാൽ പോരാ, അങ്ങേ ഇത്രയും ആരാധിച്ചാൽ പോരാ. ഇത്രയും സ്നേഹിച്ചാൽ പോരാ, അങ്ങേ ഇത്രയും ആരാധിച്ചാൽ പോരാ. എനിക്കുള്ളതിനേക്കാൾ എൻ ജീവനേക്കാൾ അങ്ങേ സ്നേഹിപ്പാനാണ് എനിക്കാശ. എനിക്കുള്ളതിനേക്കാൾ എൻ ജീവനേക്കാൾ അങ്ങേ സ്നേഹിപ്പാനാണ് എനിക്കാശ. യേശുവേ ആരാധ്യനേ, 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 യേശുവേ ആരാധ്യനേ. ഇത്രയും സ്നേഹിച്ചാൽ പോരാ, അങ്ങേ ഇത്രയും ആരാധിച്ചാൽ പോരാ. ഇത്രയും സ്നേഹിച്ചാൽ പോരാ, അങ്ങേ ഇത്രയും ആരാധിച്ചാൽ പോരാ. എനിക്കുള്ളതിനേക്കാൾ എൻ ജീവനേക്കാൾ അങ്ങ് സ്നേഹിപ്പാനാണ് എനിക്കാശ. എനിക്കുള്ളതിനേക്കാൾ എൻ ജീവനേക്കാൾ അങ്ങേ സ്നേഹിപ്പാനാണ് എനിക്കാശ. യേശുവേ ആരാധ്യനേ, യേശുവേ ആരാധ്യനേ, യേശുവേ ആരാധ്യനേ, യേശുവേ ആരാധ്യനേ. ഓ ഈശോയെ, അങ്ങയുടെ വിശുദ്ധമായ കുരിശിൻ്റെ കീഴെ ഇരുന്ന് അങ്ങയുടെ ദിവ്യകാരുണ്യ സ്നേഹത്തെ ഞങ്ങൾ ധ്യാനിക്കുന്നു. 113 സങ്കീർത്തനത്തിൽ സങ്കീർത്തകൻ ഇങ്ങനെ പറഞ്ഞു: ഓ ദൈവമേ, അങ്ങയെപ്പോലെ ഉന്നതനായി മറ്റാരാണുള്ളത്? ഞങ്ങളുടെ കർത്താവിനെ പോലെ മഹോന്നതനായ ദൈവം മറ്റേതൊരു സമൂഹത്തിനാണുള്ളത്? ദിവ്യകാരുണ്യ യേശുവേ, ഞങ്ങൾ അങ്ങയെ ഒരുപാട് സ്നേഹിക്കുന്നു. ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ നിന്ന് ഈശോയെ ഞങ്ങൾ ഏറ്റുപറയുന്നു: ആത്മാവിലും സത്യത്തിലും മുഴുവൻ ഹൃദയത്തോടും മുഴുവൻ ആത്മാവിനോടും സർവശക്തിയോടും ചേർന്ന് ഓ ദിവ്യകാരുണ്യ ഈശോ, ഞങ്ങളങ്ങയെ സ്നേഹിക്കുന്നു, ഞങ്ങളങ്ങയെ ആദരിക്കുന്നു, ഞങ്ങളങ്ങയെ ബഹുമാനിക്കുന്നു.
ദിവ്യകാരുണ്യ ഈശോയെ ഈ പീഡാനുഭവ വാരത്തിൽ അങ്ങയുടെ സ്നേഹവും അങ്ങയുടെ കരുതലും അധികമായി അനുഭവിക്കുവാൻ അവിടുന്ന് ഞങ്ങളെ പഠിപ്പിക്കണമേ. ഞങ്ങളുടെ ഓരോരുത്തരുടെയും കാൽവരി യാത്ര ഓ ദിവ്യകാരുണ്യ യേശുവേ അങ്ങയോട് ചേർന്ന് നയിക്കുവാൻ ഈ ദിവസങ്ങളിൽ ഞങ്ങളെ അനുവദിക്കണമേ. ഈശോ കുരിശിൽ കിടന്നുകൊണ്ട് ആദ്യം മൊഴിയായി അവനിങ്ങനെ പറഞ്ഞു, ഓ അപ്പാ, സ്വർഗത്തിലെ പിതാവേ, ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവരറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ എന്ന്. ഈശോയെ ഒട്ടേറെ ക്ഷമിക്കാനും മറന്നു കളയുവാനും ഞങ്ങൾക്കുമുണ്ട്. ഞങ്ങളുടെ ജീവിതയാത്രയിൽ ഒട്ടേറെ മുഖങ്ങൾ ഞങ്ങളുടെ കൺമുമ്പിൽ തെളിഞ്ഞു വരുന്നുണ്ട്. അവയെല്ലാം സ്നേഹത്തോടെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അങ്ങയുടെ സ്നേഹത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. അങ്ങയുടെ വിശുദ്ധിയാൽ ഞങ്ങളെ നിറയ്ക്കണമേ. അങ്ങയുടെ കരുതലിനാൽ ഞങ്ങളെ ചേർത്ത് പിടിക്കണമേ. സ്നേഹത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങേ ദിവ്യമാ സ്നേഹത്താൽ എന്നെ നിറയ്ക്കണമേ നാഥാ. 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 ഈശോയുടെ കുരിശിലെ സ്നേഹം നമ്മിലെ എല്ലാ വെറുപ്പിനെയും മായ്ച്ചു കളയുന്നു. അവൻ്റെ കാൽവരിയിലെ സ്നേഹം നമ്മളിലെ അപരാധങ്ങളുടെ എല്ലാ കറകളെയും മായ്ച്ചു കളയുന്നു. ഓ ദിവ്യകാരുണ്യ ഈശോയെ, പ്രകാശം വരുമ്പോൾ അന്ധകാരം വഴിമാറിപ്പോകുമെങ്കിൽ സ്നേഹം വരുമ്പോൾ ഞങ്ങളിലെ എല്ലാ വെറുപ്പും അകന്നു മാറും എന്ന് ഞങ്ങൾക്കറിയാം. ഈശോയെ, നിൻ്റെ പേര് പോലും സ്നേഹമെന്നാണല്ലോ. ദൈവം സ്നേഹമാണ്, ഈശോ സ്നേഹമാണ്. സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, കാൽവരി കുന്നിൽ ഞങ്ങൾക്ക് വേണ്ടി എല്ലാം തന്ന സ്നേഹമേ, നിൻ്റെ പ്രിയപ്പെട്ട മക്കളായ ഞങ്ങളിലെല്ലാം നിൻ്റെ സ്നേഹം വന്ന് വസിക്കേണ്ടതിന് വേണ്ടി, നിൻ്റെ സ്നേഹത്താൽ ഞങ്ങളെല്ലാവരും നിറയപ്പെടേണ്ടതിന് വേണ്ടി ഈ സമയം ഞങ്ങളെ തന്നെ നിൻ്റെ തിരുമുമ്പിൽ അർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, ഞങ്ങളെ വേട്ടയാടുന്ന സ്നേഹമേ, ഞങ്ങളെ പിന്തുടരുന്ന സ്നേഹമേ, ഞങ്ങളിൽ വന്ന് വാസമുറപ്പിക്കണമേ എന്ന്. സ്നേഹമാം ദൈവമേ, നീ എന്നിൽ അനുദിനം വളരേണമേ. ഞാനോ കുറേണമേ. സ്നേഹമാം ദൈവമേ, നീ എന്നിൽ അനുദിനം
ഈശോയിലേക്ക് നമ്മുടെ ഇരു കരങ്ങൾ നമുക്ക് നീട്ടിപ്പിടിക്കാം. അവൻ്റെ സ്നേഹത്തിന് വേണ്ടി നമ്മൾ ആഗ്രഹിക്കണം. അവൻ്റെ സ്നേഹമാണ് നമ്മുടെ മനോഭാവങ്ങളെ മാറ്റിമറിക്കുന്നത്. ഓർക്കുന്നില്ലേ, അന്ന് കാൽവരി കുരിശിൽ അവൻ്റെ സ്നേഹം അവൻ്റെ ആദ്യ മൊഴിയിലൂടെ അവൻ വ്യക്തമാക്കി. ശത്രുവിന് വേണ്ടി അവൻ പ്രാർത്ഥിക്കുന്നു. ശത്രുവിൻ്റെ മാപ്പിന് വേണ്ടി സ്വർഗത്തിലെ അപ്പൻ്റെ അടുത്ത് യാചന നടത്തുന്നു. ഇത് കേട്ട ഉടനെ തന്നെ നല്ല കള്ളൻ പോലും മനസ്സാന്തരപ്പെടുന്നു. സ്നേഹമേ, ഞങ്ങളിൽ സ്നേഹത്തിൻ്റെ ഒരുപാട് കുറവുണ്ട് എന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങളെ ഭരിക്കുന്നത് അന്ധകാരമാണ്. ലോകത്തെ ഭരിച്ചു പോകുന്നത് അന്ധകാരമാണ്. ഓ ദിവ്യകാരുണ്യ സ്നേഹമേ, ഞങ്ങളെ രൂപാന്തരപ്പെടുത്തുന്ന സ്നേഹമേ, പാപികളെ മാനസാന്തരപ്പെടുത്തുകയും അശുദ്ധരെ വിശുദ്ധരാക്കുകയും ചെയ്യുന്ന സ്നേഹമേ, ഞങ്ങളിലെല്ലാം വന്ന് ഈ അനുഗ്രഹീതമായ ദിവസം നിറയണമേ എന്ന സ്നേഹത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹമാം ദൈവമേ, നീ എന്നിൽ അനുദിനവും വളരേണമേ, ഞാനോ കുറയണമേ. സ്നേഹമാം ദൈവമേ, നീ എന്നിൽ അനുദിനവും വളരേണമേ, ഞാനോ കുറയണമേ. ഈശോ പറയുന്നുണ്ട്, നീ അന്വേഷിക്കുന്ന സ്നേഹത്തിന്, നിനക്ക് അനുഭവിക്കാൻ അവകാശമുള്ള സ്നേഹത്തിന് ഒരു പേരുണ്ട്, ഒരു മുഖവുമുണ്ട്. ആ പേര് നസറായനായ യേശു എന്നാണ്. ആ മുഖം കാൽവരി കുന്നിൽ തെളിഞ്ഞ കർത്താവായ യേശുവിൻ്റേതും. ഈശോയെ, സ്നേഹത്തിനു വേണ്ടി കൊതിക്കുന്ന ഞങ്ങളുടെ ഈ ലോകത്തെ അങ്ങയുടെ പരിശുദ്ധമായ കരങ്ങളിലേക്ക് ഞങ്ങൾ അർപ്പിക്കട്ടെ. സ്നേഹത്തിന് വേണ്ടി ഒരുപാട് ദാഹിക്കുന്നുണ്ട്. വില കുറഞ്ഞ സ്നേഹങ്ങളുടെ പിറകെ അതുകൊണ്ട് ഞങ്ങളും ഞങ്ങളെ പ്രതി ഞങ്ങളോട് ചേർന്ന് മറ്റുള്ളവരും യാത്രയാകുന്നുണ്ട്. വില കുറഞ്ഞ സ്നേഹങ്ങളെ മാറ്റിമറിച്ച് അങ്ങയുടെ കുരിശിലെ സ്നേഹത്തെ പുലുകുവാൻ, ഓ ദിവ്യകാരുണ്യ യേശുവേ, അനന്തമായ സ്നേഹമേ, ഈ അനുഗ്രഹീതമായ ദിവസം ഞങ്ങളിലേക്ക് കടന്നു വരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹമാം ദൈവമേ, നീ എന്നിൽ അനുദിനവും വളരേണമേ, ഞാനോ കുറയണമേ. സ്നേഹമാം ദൈവമേ, നീ എന്നിൽ അനുദിനവും വളരേണമേ, ഞാനോ കുറയണമേ. ഓ ദിവ്യകാരുണ്യ ഈശോയെ, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഒട്ടേറെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും തട്ടിമറിച്ച് കളഞ്ഞ മനുഷ്യരെ പ്രതി ഞങ്ങളുടെ ഉള്ളിൽ ഒരുപാട് ദുഃഖവും നീരസവുമുണ്ട്. പ്രതികരിക്കാനും ഏറ്റുമുട്ടാനും വെമ്പുന്ന മനസ്സ് ഞങ്ങൾക്കുണ്ട്. ഓ ദിവ്യകാരുണ്യ ഈശോയെ, ഞങ്ങൾ പ്രതികരിക്കേണ്ടതും ഏറ്റുമുട്ടേണ്ടതുമെല്ലാം അങ്ങയെ നോക്കിക്കൊണ്ടാണെന്നുള്ള ബോധ്യം ഈ ദിവസം നീ ഞങ്ങൾക്ക് തരണമേ. പിതാവിൻ്റെ മുമ്പിൽ തന്നെ പീഡിപ്പിച്ച റോമൻ പടയാളികളോട്, ഓടിപ്പോയ ശിഷ്യഗണത്തോട്, മാറി മറഞ്ഞു പോയ നൂറുകണക്കിന് ജനത്തോട്, അവർക്കെല്ലാം നീ മാപ്പ് കൊടുത്തുകൊണ്ട് അവർക്കെല്ലാം വേണ്ടി സ്നേഹത്തോടെ പ്രാർത്ഥിക്കാൻ കുരിശിൽ വെച്ച് നിനക്ക് എങ്ങനെ കഴിഞ്ഞു? നിന്റെ മരണവെപ്രാളത്തിൻ്റെ ഇടയിലും
ശത്രുക്കളെ നീ മറന്നില്ല. സ്നേഹത്തിന് വേണ്ടി കൊതിക്കുന്നവരെ നീ മറന്നില്ല. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഒരുപാട് സ്നേഹം കാംക്ഷിക്കുന്നു, വാഞ്ചിക്കുന്നു. ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ ആഗ്രഹിക്കുന്നു. ഓ ദിവ്യകാരുണ്യ ഈശോയെ, അങ്ങയുടെ കുരിശിൽ നിന്ന് ഒഴുകിയിറങ്ങുന്ന അനന്തമായ സ്നേഹത്താൽ ഞങ്ങളുടെ എല്ലാ ശൂന്യമായ കലവറകളെയും നികത്തേണ്ടതിന് വേണ്ടി ഞങ്ങളെ തന്നെ ഈ അനുഗ്രഹീതമായ ദിവസം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സ്നേഹമേ, ഞങ്ങളിൽ വന്ന് വാസമുറപ്പിക്കണമേ. സ്നേഹമാം ദൈവമേ, നീ എന്നിൽ അനുദിനവും വളരേണമേ, ഞാനോ കുറയണമേ. സ്നേഹമാം ദൈവമേ, നീ എന്നിൽ അനുദിനവും വളരേണമേ, ഞാനോ കുറയണമേ. നീതിമാനു വേണ്ടി ആരെങ്കിലുമൊക്കെ ജീവിക്കാനും മരിക്കാനും തയ്യാറായേക്കാം. എന്നാൽ ഒരു പാപിക്ക് വേണ്ടി, ശത്രുവിന് വേണ്ടി ഇല്ല കർത്താവേ, ഒരിക്കലും സാധ്യമല്ല. ഞങ്ങളത് കേട്ടിട്ടില്ല. എന്നാൽ ശത്രുവിന് വേണ്ടി മരിക്കാൻ നീ തയ്യാറായി. പാപിക്ക് വേണ്ടി കഴുമരം കയറുവാൻ നീ തയ്യാറായി. ഈശോയെ, ചെറിയ കാര്യങ്ങളിൽ പോലും ആനുപാതികമല്ലാത്ത വിധത്തിൽ പ്രതികരിക്കുന്ന മനസ്സാണ് ഞങ്ങൾക്കുള്ളത്. ചെറിയ കാര്യങ്ങളിൽ പോലും ഒട്ടേറെ ആവലാതി പൂടുകയും വിഷമിക്കുകയും ചെയ്യുന്ന മനസ്സാണ് ഞങ്ങളുടേത്. നീ പറഞ്ഞു, ഇവരജ്ഞരാണ്, അതുകൊണ്ട് പിതാവേ നീ ഇവർക്ക് മാപ്പ് കൊടുക്കണമെന്ന്. ഞങ്ങൾ ഈശോയെ ഒരു കാരണവും കാണുന്നില്ല മറ്റുള്ളവരെ വെറുതെ വിടാൻ. എന്നാൽ അങ്ങ് കാരണം കണ്ടെത്തി അങ്ങയുടെ പ്രിയപ്പെട്ട, അങ്ങയെ ഉപദ്രവിച്ച സകലരോടും അവിടുന്ന് ക്ഷമിക്കുന്നു, മാപ്പ് കൊടുക്കുന്നു. ഈശോയെ, നീ മാത്രം സ്നേഹമാണ്. നിൻ്റെ ഉച്ചി മുതൽ ഉള്ളങ്കാല് വരെ സ്നേഹമാണ്. ഞങ്ങളിലുള്ള എല്ലാ വെറുപ്പിനെയും നീ ദൂരീകരിക്കണമേ. ഈ അനുഗ്രഹീതമായ ഈ ആഴ്ചയിൽ ഞങ്ങൾ അങ്ങയുടെ മുമ്പിലായിരിക്കുമ്പോൾ, ഞങ്ങളും അങ്ങയോടൊപ്പം കുരിശ് യാത്ര ചെയ്യുമ്പോൾ, ഞങ്ങൾ അങ്ങയോടൊപ്പം ഉദ്ധാനം ചെയ്യാൻ ഇഷ്ടപ്പെടുമ്പോൾ, ഈശോയെ, ഞങ്ങൾ അടിമപ്പെടുത്തുന്ന സകലത്തിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്നേഹമാം ദൈവമേ, നീ എന്നിൽ അനുദിനവും വളരേണമേ, ഞാനോ കുറയണമേ. സ്നേഹമാം ദൈവമേ, നീ എന്നിൽ അനുദിനവും വളരേണമേ, ഞാനോ കുറയണമേ. ദിവ്യകാരുണ്യ ഈശോയുടെ മുമ്പിലായിരിക്കുമ്പോൾ നമുക്ക് വിഷമമുള്ള മനുഷ്യരെ അരൂപിയിൽ നമുക്ക് ചേർത്ത് വയ്ക്കാം. കുറേ കൂടി സ്നേഹവും ദൈവസാന്നിധ്യവും ഉണ്ടായിരുന്നെങ്കിൽ എന്ന് കരുതുന്ന നമ്മുടെ ജീവിതാവസ്ഥകളെ, നമ്മുടെ ഭവനങ്ങളെ, നമ്മുടെ പ്രിയപ്പെട്ടവരെ അരൂപിയിൽ ദിവ്യകാരുണ്യ യേശുവിൽ നമുക്ക് ചേർത്ത് വയ്ക്കാം. കർത്താവിനോട് പറയാം, ഈശോയെ, ഇവരിലെല്ലാം നീ വന്ന് നിറയണം. ഇവരിലെല്ലാം നീ ജീവിക്കണം. നീ ജീവിക്കുമ്പോൾ ഞങ്ങളില്ലാതാകും, നീ സർവ്വതുമാകും. ഈശോയെ, നീ ജീവിക്കുമ്പോൾ ഞങ്ങളിലുള്ള പരിമിതമായതെല്ലാം ഉന്മൂലനം ചെയ്യപ്പെടും. അങ്ങയുടെ വിശുദ്ധി കൊണ്ട് ഞങ്ങളെല്ലാവരും നിറയപ്പെടുകയും ചെയ്യും.
ഈശോയെ ഞങ്ങളിൽ വന്ന് നിറയണമേ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ വന്ന് നിറയണമേ. സ്നേഹവും പരിഗണനയും അംഗീകാരവുമില്ലാതെ വലയുന്നവരുടെ മേൽ നിറയണമേ. സ്വാഗതം ചെയ്യാൻ ആളില്ലാതെ ഈ പ്രപഞ്ചത്തിൽ ജനിച്ചുപോയ എല്ലാ അൺവാണ്ടഡ് ചിൽഡ്രൻ്റെ മേലും കരുണയായിരിക്കണമേ. ശരീരവും ജീവിതവുമെല്ലാം പാപത്തിന് വേണ്ടി വിട്ടുകൊടുക്കാൻ വിധിക്കപ്പെട്ട ഒട്ടേറെ സ്ത്രീ പുരുഷന്മാരുടെ മേൽ ഓ കർത്താവേ നീ കരുണയായിരിക്കണമേ. ജീവിതത്തിൽ യാതൊരു വഴിയുമില്ലാത്തതുകൊണ്ട് പ്രോസ്റ്റിറ്റ്യൂഷൻ ജോലിയാക്കി മാറ്റിയിട്ടുള്ളവർ, കള്ളക്കടത്തുകൾക്ക് കൂട്ടുനിൽക്കുന്നവർ, ഈശോയെ അവരുടെ മേലെല്ലാം നീ കരുണയായിരിക്കണമേ. ജീവിതത്തിൽ ഇപ്പോൾ ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്ന് ഒരു മോചനവും ഇല്ല എന്ന് കരുതിക്കൊണ്ട് രാത്രിയുടെ യാമങ്ങളിൽ തനിയെ ഇരുന്ന് നിലവിളിക്കുന്ന ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവരുടെ മേലും കരുണയായിരിക്കണമേ. ജീവിതത്തിൽ ഒരിക്കൽ ചെയ്തു പോയ ഒരു തെറ്റുകൊണ്ട്, പിടിക്കപ്പെട്ട ഒരു തെറ്റുകൊണ്ട് ലോകത്തിലെല്ലാവരും പെടുത്തിയ എന്നെ പ്രതി, എൻ്റെ പ്രിയപ്പെട്ടവരെ പ്രതി ഓ കർത്താവേ നിൻ്റെ കരുണ വർഷിക്കേണ്ടതിന് വേണ്ടി തരുന്നു. അവരുടെ എല്ലാം മേൽ നിൻ്റെ സാന്നിധ്യവും നിൻ്റെ ശക്തിയും ഈ അനുഗ്രഹീതമായ ദിവസം ഓ കർത്താവേ നീ വർഷിക്കണമേ. സ്നേഹത്തോടെ നമുക്ക് ഈശോയുടെ മുമ്പിൽ നമ്മളെ തന്നെ കൊടുക്കാം. അങ്ങേ ദിവ്യമാ കാരുണ്യമവരിൽ പകരണമേ നാഥാ. 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 ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാൻ നമുക്ക് നമ്മളെ തന്നെ ഒരുക്കാം. സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമൊരപ്പം നീ മർത്തിനു മുക്തി പകർന്നരുളും നിത്യമഹോന്നത അപ്പം നീ നിത്യമഹോന്നത അപ്പം നീ മാനവരേ മോദമോടെ നാഥനെ
യേശുവേ